എല്ലാവർക്കും ലീഫി ഗ്രീനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന പാഠഭാഗത്തിലെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം ഓപ്ഷൻ ഏതാണ്? സി ആണ്. 1ഉം 4ഉം ശരി. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തമായ 0 ഡിഗ്രി ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തരധ്രുവം എന്ന് വിളിക്കുന്നു. എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയായി കണക്കാക്കുന്നത്? എത്ര ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയായി കണക്കാക്കുന്നത്? 0 ഡിഗ്രി. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖയായി കണക്കാക്കുന്നത്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏത്? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി. രേഖാംശ രേഖകളാണ് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖ എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ എ 180 ഡിഗ്രി. 180 ഡിഗ്രിയാണ് 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖ. താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിച്ചാൽ ശരിയായത് ഏതാണ്? പ്രസ്താവനകളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയാണ് ശരി. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നു. അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നു. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തരധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. രേഖാംശ രേഖകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? രേഖാംശ രേഖകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന ഏതൊക്കെയാണ്? 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നു. ലണ്ടൻ സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും അറിയപ്പെടുന്നു. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ എത്രയായി തിരിക്കാം? പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷോഭങ്ങളെ 3ആയി തിരിക്കാം. ഭൂതല വിശകലനവും ഭൂപട വായനയും എങ്ങനെയാണ് മനുഷ്യന് പ്രയോജനപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരിയാണ്. ഭൗമോപരിതല സവിശേഷതകളുടെ കൃത്രിമ സ്ഥാനം, ദിശ എന്നിവ കണ്ടെത്തുന്നതിന്, സമുദ്രനിരപ്പിൽ നിന്നും ഉയരം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്നു. ഭൂവിവര ശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുവാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? ഭൂവിവര ശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുവാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് GPS. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും.
തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമ്മൾ ഏകദേശം 14 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യണം. നിങ്ങൾ SCRT ടെക്സ്റ്റ് വായിച്ചതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ വായന ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്രത്തോളം നിങ്ങളുടെ വായന ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ.